പാലക്കാട് കല്ലടിക്കോട് രണ്ട് വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ ബിനു നിതിൻ. അപ്പോൾ ഈ നിതിന്റെ വീട്ടിൽ ഈ ബിനു എത്തിയത് കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടിയ തന്നെയാണ് എന്നാണ് പ്രാഥമിക നിഗമനം. തോക്കുമായി തന്നെയാണ് അവിടേക്ക് എത്തിയത് എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുന്നത്. വീട്ടിൽ വെച്ച് ഇരുവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകിയതായും ബിനു വെടിയുതിർക്കുകയുമായിരുന്നു. 17 വെടിയുണ്ടകൾ ഈ ബിനുവിന്റെ പക്കൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഗോകുൽ VS ആണ് പാലക്കാട് നിന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഈ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അല്ലേ? ഇവർ തമ്മിലുള്ള ശരിക്കുമുള്ള പ്രശ്നം അത് പോലീസ് പറയുന്നുണ്ടായിരുന്നു. അതിലൊരു വ്യക്തതയൊക്കെ വരുത്തേണ്ടതായിട്ടുണ്ട്. കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണല്ലേ ഈ ബിനു ചെന്നത്? തീർച്ചയായും. അതായത് ഇതിപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് നിതിന്റെ അമ്മയെക്കുറിച്ച് ബിനു മോശമായി സംസാരിച്ചതോടെ ഇരുവർക്കും തമ്മിൽ തർക്കമുണ്ടായി. അങ്ങനെയാണ് ഈ വെടിവയ്പ് ഉണ്ടായത്, അല്ലെങ്കിൽ വെടിവെച്ച് രണ്ടുപേർ മരിക്കുന്ന സാഹചര്യം ഉണ്ടായതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇയാൾ തോക്കുമായാണ് നിതിന്റെ വീട്ടിലേക്ക് എത്തിയത്. നിതിന്റെ വീട്ടിലേക്ക് എത്തിയതിനു ശേഷം ഈ വിഷയത്തിൽ തർക്കമുണ്ടായപ്പോൾ നിതിൻ കത്തി ഉപയോഗിച്ച് ബിനുവിനെ ആക്രമിക്കാൻ ചെന്നു. ആ സമയത്താണ് ബിനു വെടിവെച്ചത്. കൈയുടെ താഴെ ആയിട്ടാണ് ഈ വെടി ഏറ്റത്. അങ്ങനെ ബിനു നിലത്ത് പതിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. നിതിൻ നിലത്ത് കിടക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം ബിനു സ്വയം വെടിവെച്ച് മരിച്ചു. ഇങ്ങനെയാണ് പ്രാഥമികമായി ഇൻക്വസ്റ്റിൽ നിന്നും ലഭ്യമായിട്ടുള്ള വിവരം. ഇന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലായിരിക്കും പോസ്റ്റ്മോർട്ടം നടക്കുക. അതിനുശേഷം മാത്രമാണ് കൃത്യമായി ഈ കാര്യത്തിലൊക്കെ തന്നെ ഒരു സ്ഥിരീകരണം വരികയുള്ളൂ. ഏതായാലും വളരെ നടുക്കുന്നൊരു കാര്യമാണ്. കാരണം ഇങ്ങനെ ഇത്തരത്തിൽ വെടിയേറ്റ് രണ്ട് ചെറുപ്പക്കാർ മരിക്കുക എന്ന് പറയുന്നത് കേരളത്തിൽ ഇങ്ങനെ കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു സംഭവമാണ്. ബിനുവിന്റെ പക്കൽ നിന്ന് 17 വെടിയുണ്ടകളാണ് പോലീസ് കണ്ടെത്തിയത്. ഇയാൾ ഈ തോക്ക് ഉപയോഗിച്ച് വേട്ടയ്ക്കൊക്കെ പോകാറുണ്ട്, പന്നികളെ പിടിക്കാറുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ഇയാൾക്കെതിരെ മറ്റ് കേസുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ നിലവിലില്ല. എങ്കിലും ഇത്തരത്തിൽ ഈ തോക്ക് ഉപയോഗിച്ച് പന്നികളെ പിടിച്ചിരുന്നു എന്നുള്ളതാണ് പോലീസ് കണക്കാക്കുന്നത്. നാടൻ തോക്കാണ്, ലൈസൻസ് ഇല്ല, ഒരു സിംഗിൾ ബാരൽ തോക്കാണ്. ഇത്തരത്തിലുള്ള തോക്കുകൾക്ക് സാധാരണ ലൈസൻസ് നൽകാറില്ല എന്നുള്ളതാണ് പോലീസിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. ശരി, ഗോകുൽ VS ആണ് പാലക്കാട് നിന്നും വിവരങ്ങളുമായി ചേരുന്നത്.